വെൽക്കം ബാക്ക് ലവ്ലീസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എപ്പോൾ ട്രൈ ചെയ്താലും സക്സസ്ഫുൾ ആവുന്നൊരു ചോക്ലേറ്റ് കേക്ക് റെസിപ്പി ഉണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളിത് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ കുക്കറിനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടെടുക്കണം. അതിനായി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു സ്റ്റാൻഡ് ഇതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഇനി ഇതിനെ നമ്മളൊരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ തടവി കൊടുക്കുന്നുണ്ട്. ചുറ്റും ബട്ടർ ഒന്ന് തടവി കൊടുത്ത് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി കൂടി ആഡ് ചെയ്ത് ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ കേക്ക് അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കി വരുന്ന മൈദപ്പൊടി നമുക്ക് തട്ടിക്കളയാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് അടുക്കാം. ഞാനിവിടെ എല്ലാം മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അവിടെ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കണം. കാരണം കട്ട കെട്ടാത്ത ഒരു നല്ല ഫൈൻ പൗഡറായിട്ട് വേണം നമുക്കിത് കിട്ടാൻ. അപ്പം ഞാൻ ഇതൊരു 2 തവണ അരിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പഞ്ചസാര എടുത്തിട്ട് പൊടിക്കാൻ പാടില്ല, പൊടിച്ചിട്ട് അളക്കണം. ഓക്കെ. ഇനി ഇവിടെ ഒരു 3/4 കപ്പ് ചൂട് വെള്ളത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. സ്റ്റിഫ് പിക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊരു ഫോം ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിനൊപ്പം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്ലാക്ക് കോഫിയിലെ അതുകൂടി ഇതിലേക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടതൊരു 1/4 കപ്പ് ഓയിലാണ്. അതും ഞാൻ ഈ മൈദ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബീറ്റ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ മീൻസ് 1 എന്ന് പറഞ്ഞിട്ട് കാണില്ലേ നമ്മൾ മെഷീൻ്റെ മേലെ, ഏറ്റവും ലോവസ്റ്റ് സ്പീഡിലായിരിക്കണം ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പം ഞാൻ കോഫിയും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ ഓയിലും ഒക്കെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ലോവസ്റ്റ് സ്പീഡിൽ. നമുക്കൊരു ലൂസ് ബാറ്ററാണ് കിട്ടുക, ഇത് ഒരു ദോശ ബാറ്ററൊക്കെ പോലെ. ഇനി ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് 1 ടീസ്പൂൺ വിനെഗർ, നമ്മുടെ സാധാരണ സിന്തറ്റിക് വിനെഗർ, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധിക നേരം ബാറ്റർ പുറത്ത് വെക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഞാനിത് പാനിലേക്ക് ഒഴിച്ചിട്ട് കുക്കറിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. ഇതിന് നമുക്കൊരു 30-35 മിനിറ്റ്, മാക്സിമം ഒരു 40 മിനിറ്റ് കൊണ്ടൊക്കെ ഈ കേക്ക് ആയി കിട്ടും. എനിക്ക് കറക്റ്റ് ഒരു 35 മിനിറ്റേ എടുത്തുള്ളൂ ഈ കേക്ക് ബേക്കാവാൻ. അപ്പോൾ 35 മിനിറ്റിന് ശേഷം എൻ്റെ ബേക്കായ കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. നല്ല സ്പഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിന് ഞാനൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിടുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് നോക്കാം. ഇത് എത്രത്തോളം സ്പഞ്ചിയാണെന്ന് നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ കേക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് ഈസ് മീ നിഷി സൈനിങ് ഓഫ്. ബൈ.